ഹലോ ഗായ്സ്, എല്ലാവർക്കും 11th November 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത്ത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അതേ ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ എൻ്റെ നോട്ട്സും അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഏതൊക്കെ ആർട്ടിക്കിൾസ് വായിക്കണം എന്നുള്ള ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളത് ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം. ഇന്ന് ഫുള്ളെന്ന് പറയുന്നത് ബീഹാർ ഇലക്ഷനായിട്ടൊക്കെയാണ്. ഇതൊന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. അടുത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ ഒരു വിർച്വൽ മീറ്റിംഗ് പങ്കെടുത്ത കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല. ബേസിക്കലി നമുക്ക് എന്താണ് ഷാൻഹായ് കോർപ്പറേഷൻ എന്ന് നമുക്ക് ആദ്യം ബേസിക്കായിട്ട് നോക്കിയിരിക്കാം. അത് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ റീജിയണൽ ന്യൂസസ് ഒന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകും. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? 15th ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഓക്കെ, 15th ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നോക്കി. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ 2 ആർട്ടിക്കിൾ നോക്കുക. ആദ്യം ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 5th November ഞാൻ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സെസ്, എന്താണ് ടാക്സ്, എന്താണ് സർചാർജ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള സെൻറ്ററിനെ സ്റ്റേറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് 5th November അവസാനത്തെ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 7th November 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ. ഇത് 2 ആർട്ടിക്കിൾ നിന്ന് വായിക്കുമ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. ഇത് 2 ആർട്ടിക്കിൾ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ എന്തൊക്കെയാണെന്നുള്ളത് കിട്ടും. അടുത്ത് പറയുന്ന ബീഹാർ ഇലക്ഷനാണ്. നമുക്ക് വേണ്ട, എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് കെയറിൻ്റെ ഇമ്പോർട്ടൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റും അതുപോലെ തന്നെ അതിൽ പബ്ലിക് ഹെൽത്ത് കെയറിൻ്റെ ഇമ്പോർട്ടൻസുമാണ്. ഇത് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. അടുത്തെന്ന് പറഞ്ഞത് ഫൈസർ എന്ന് പറയുന്ന ഒരു ഡ്രഗ് കമ്പനി. ഓക്കെ, മൾട്ടിനാഷണൽ അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ളൊരു ഡ്രഗ് കമ്പനിയാണ്. അവരുടെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അത് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, ഫൈസർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വാക്സിനും അതിൻ്റെ ഒരു എഫിഷ്യൻസി 90% എഫിഷ്യൻസി ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി തന്നെ നോക്കാം. അടുത്ത് താഴോട്ട് പോകുമ്പോൾ ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് ബീഹാർ ഇലക്ഷൻസ് ആണ്. രണ്ടാമത് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. ഇത് കുറച്ച് നല്ല പോയിൻറ്റ്സ് ഉണ്ട് ഇതിൽ, പക്ഷേ ഇതിൽ കുറച്ച് പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് ഇൻക്ലിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ BJP എന്നും അങ്ങനെയൊക്കെ കുറേ പാർട്ടി ബേസ് ചെയ്ത് പറയുന്നുണ്ട് ഇതിൽ. അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ചിലപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുമ്പോൾ 1-2 പോയിൻ്റ് കിട്ടുമായിരിക്കും. പക്ഷേ ആ 1-2 പോയിൻറ്റിന് വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റോറിയൽ വായിക്കേണ്ട. ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെ 1-2 പ്രാവശ്യമെങ്കിലും കറങ്ങി ഈ എംപ്ലോയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ വരും. അപ്പോഴും നമുക്ക് നോക്കാം. ആവശ്യമില്ലാത്തേക്കൊന്ന് സ്കിപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻ്റായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ നോട്ട് എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒക്ടോബറിൽ നമ്മൾ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിച്ചു. ഒക്ടോബറിൽ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, അതായത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇന്ത്യയിൽ നോക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഇൽനെസ് ഉള്ള അല്ലെങ്കിൽ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പീപ്പിളിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയും, നമ്മൾ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് ചെറിയ കാര്യങ്ങളോട്ട് വലിയ കാര്യങ്ങൾ വരെ വരാൻ കേട്ടോ. എന്ന് പറയുമ്പോൾ ചെറിയ ഡിപ്രഷനായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക്. ഇപ്പം നമുക്ക് 2 ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നൊക്കെയാണ് ചില കണക്കുകളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോഴേ ഡിപ്രഷൻ ഉള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ മാനസിക രോഗാശുപത്രിയിൽ കിടക്കുന്ന അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് വരെ നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇല്ലൻസ് ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ബേസിക്കലി മെൻ്റൽ ഹെൽത്ത് ചികിത്സിക്കുന്ന ആരൊക്കെയാണ്? സൈക്യാട്രിസ്റ്റും പിന്നെ സൈക്കോളജിസ്റ്റുമാണ് ബേസിക്കലി ഈ ഒരു ചികിത്സ നടത്തുന്നത്. അപ്പോൾ അവരുടെ എണ്ണം വളരെ കുറവാണ്. ഈ പേഷ്യൻസിൻ്റെ അളവനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, പിന്നെ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇതിൻ്റെ ഡിഫറൻസും കൂടെ മനസ്സിലാക്കിയിരിക്കുക. സൈക്യാട്രിസ്റ്റ് ആയാലും സൈക്കോളജിസ്റ്റ് ആയാലും ഒരു മെൻ്റൽ ഹെൽത്താണ് നോക്കുന്നത്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൽ ആണ് നോക്കുന്നത്. പക്ഷേ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? മരുന്ന് കൊടുക്കാനും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇതല്ല ഒരു ഡോക്ടറിൻ്റെ എല്ലാ അധികാരങ്ങളും ഉള്ള ഒരാളാണ് സൈക്യാട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിൽ. പക്ഷേ സൈക്കോളജിസ്റ്റ് എന്നാൽ അദ്ദേഹത്തിന് ഒരു ഡിഗ്രി എല്ലാം കാണും, പക്ഷേ അദ്ദേഹം മെയിൻലി എന്താണ്? മെൻ്റൽ ടോക്കാണ്, സംസാരങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്, മെൻ്റൽ ടോക്ക് സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇതാണ് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്.
ഓക്കെ, അപ്പോൾ ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റിൻ്റെയും എണ്ണത്തിൻ്റെ കുറവ് വളരെ കൂടുതലാണ്. അത് COVID-19 മുൻപേ ആയാലും അങ്ങനെ തന്നെ, ഇപ്പോഴത്തെ കേസായാലും അങ്ങനെയാണ്. പക്ഷേ ഈ COVID-19 വന്നതിന് ശേഷം ഇഷ്ടം പോലെ കാര്യം പ്രശ്നകരമായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഒരു മാസം മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അതായത് കേന്ദ്രം മെൻ്റൽ ഹെൽത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കൊരു ഹെൽപ്പ് ലൈൻ തുടങ്ങി. അതായത് നമുക്ക് ഡയൽ ചെയ്ത് വിളിച്ചിട്ട് നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അവർ കൗൺസിലിംഗ് തരും. അപ്പോഴതാണ് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത്. അപ്പോഴങ്ങനെ ഒരു കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുക, അതിനുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് എന്ന് അവർ പറയുന്നുണ്ട്. ഈ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്, പക്ഷേ എല്ലാവരും അറ്റൻഡ് ചെയ്യാനുള്ള സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ COVID-19 വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സ്കൂളെല്ലാം അടച്ചു. കുട്ടികളുടെ കാര്യം എടുക്കുകയാണ്, സ്കൂളെല്ലാം അടച്ചു, കോളേജുകളെല്ലാം അടച്ചു. അപ്പോഴെല്ലാവരും വീട്ടിലിരിക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അതുമായിട്ടുള്ള ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ അവരൊരു ഐസൊലേറ്റഡ് ആയിട്ട് അവർക്ക് മെൻ്റൽ ഹെൽത്തിൽ ബാധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോഴത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത് കാരണം ഇഷ്ടം പോലെ പ്രശ്നം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ് ഇഷ്ടം പോലെ സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഗവൺമെൻറ് ഇഷ്ടം പോലെ സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, യുണിസെഫിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. സർവേ ടീച്ചർമാരും അതേപോലെ കെയർ ഗിവേഴ്സിൽ 104 രാജ്യങ്ങളിൽ നടത്തിയപ്പം സർവേയും അതെങ്ങനെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചു എന്നുള്ളത് ചിൽഡ്രൻ, പാരൻസ്, ടീച്ചേഴ്സ്, കെയർ ഗിവേഴ്സിലൊക്കെ നടത്തിയ സർവേയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെ വേൾഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ മെയിൻലി ഏറ്റവും വലിയ എഫക്റ്റ് വരുന്ന കുട്ടികളാണ് ഈ മെൻ്റൽ എഫക്റ്റ്. കാരണം ഒരു കുട്ടികളെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ അഡൽട്ട്ഹുഡിലോട്ടും അത് എക്സ്ട്രീം പോയിൻ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ അവർ വലുതായി വരുമ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് കാണും എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ഇമ്പോർട്ടൻസ്. അതിൽ തന്നെ പറയുന്നത് എന്താണ്, ആൾ കുറവായതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരിക. അതാണ് ഇതിലൊരു മെത്തേഡായിട്ട് കിടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു സൈക്കോളജിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോക്കാണ്, സംസാരം മാത്രമാണ് അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. അതിൻ്റെ ട്രെയിനിങ് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും ഒരു പരിധി വരെ. കുറേ ട്രെയിനിങ് സംസാരിച്ച് കൗൺസിലിംഗ് നടത്തേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് നടത്തി കുറേ വോളണ്ടിയേഴ്സിനെ കൊണ്ടുവന്ന് കുറേ കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഒക്കെ നമുക്ക് നടത്താം ഒരു മെൻ്റൽ ഹെൽത്ത് കുട്ടികളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നടത്തിയാണ് കുട്ടികളെ ഇപ്പോൾ COVID-19 ബാധിച്ചു കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളെ ഇഷ്ടംപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പെയിൻറ്റിങ്, ഡാൻസിങ്, ഇതേപോലത്തെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുത്തി സോഷ്യലി മുന്നോട്ട് കൊണ്ടുവരാനും ഐസൊലേറ്റ് ചെയ്യാതെ അവർക്കൊരു ഡിപ്രഷൻ വരുത്താനുള്ള ചാൻസ് ഒരുക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവരെന്താണ് മെൻ്റൽ ഇൽനെസ്സിനെ ശ്രദ്ധിക്കുക എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ബേസിക്കലി പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോഴതാണ് ഇതിൽ പറയുന്നത്. അടുത്ത് താഴോട്ട് പോകുമ്പോൾ ന്യൂസ് പേജിൽ ഇന്ന് ഫുള്ള് ബീഹാർ ഇലക്ഷൻസ് ആണ്. ഇന്ന് വേറെ ഒന്നും വരുന്നില്ല ഇതിൽ. നമുക്കതുകൊണ്ട് തന്നെ അതൊന്നും നോക്കണ്ട, നമുക്കെല്ലാം സ്കിപ്പ് ചെയ്ത് പോകാം. പിന്നെ ഷോക്കേസ് പേജ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, അതും നമുക്ക് വേണ്ട. അടുത്ത് താഴോട്ട് പോകുമ്പോൾ വേൾഡ് പേജാണ്. വേൾഡ് പേജിലും ഫുൾ US ഇലക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ അർമേനിയ അസർബൈജാൻ ക്ലാഷിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരൊരു പീസ് ഡീൽ എഗ്രിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്, അർമേനിയയും അസർബൈജാൻ. ഓക്കെ, പക്ഷേ ഇത് ഈ ഇഷ്യൂ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ October 14, 2020 ഞാൻ ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആണ്. October 14, 2020 ഞാൻ അർമേനിയ അസർബൈജാൻ ക്ലാഷിനെ കുറിച്ചും അവിടുത്തെ എന്താണ് പ്രോബ്ലം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലം ഇപ്പം സോൾവ് ചെയ്യാൻ വേണ്ടി പീസ് ഡീൽ വരാൻ പോവുകയെന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. നിങ്ങൾ ആ ഒരു ആർട്ടിക്കിൾ കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവും എന്താണ് അവിടുത്തെ പ്രശ്നം. ഓക്കെ, അടുത്ത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ ബിസിനസ് പേജിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന് ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു 3 പോയിൻ്റ് ഉണ്ട്. ആ 3 പോയിൻ്റ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അത്രയാണ് ഇന്ന് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് പോകാം. ഫസ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി ഒരു സബ്മിറ്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഷാൻഹായ് കോർപ്പറേഷൻ സബ്മിറ്റിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിൽ മെയിൻലി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചൈനയും കൂടെ ഉള്ള ഒരു ഓർഗനൈസേഷനാണ്. ചൈനയും കൂടെ മെമ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ പേര് തന്നെ അറിയാം, ഷാൻഹായ്, അത് തന്നെ ചൈനീസ് പേരാണ്. ഓക്കെ, പക്ഷേ തെറ്റിദ്ധരിക്കരുത്, കാരണം ഈ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഷാൻഹായിലല്ല കേട്ടോ, അത് ബീജിങ്ങിലാണ്. അതുകൊണ്ട് അത് തിരിഞ്ഞു പോകരുത്. ബീജിങ്ങിലാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്, ഷാൻഹായ് എന്ന് പേരുണ്ടെന്നേ ഉള്ളവർക്ക്. അപ്പോൾ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ ചൈനീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിർച്വൽ സമ്മിറ്റിൽ ഇന്ത്യ പറഞ്ഞ മെയിൻ കാര്യം എന്താണ്, ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി
നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ ടെറിട്ടറി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം, ആ ബോർഡർ ഇഷ്യൂവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബോർഡറിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു ബന്ധത്തിലെത്താനും അതുമായിട്ട് അവർ ഒരുമിച്ച് പോകാനും ശ്രദ്ധിക്കണം. ടെറിട്ടോറിയൽ ഇൻറ്റിഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ അഖണ്ഡത അല്ലെങ്കിൽ സോവറിനിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നും പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളാണ് LAC ഇഷ്യൂ ഒക്കെയാണ് ഇതിൽ മെയിൻലി പറഞ്ഞത്. നമുക്ക് ബേസിക്കലി എന്താണ് ആ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് നോക്കാം. ഓക്കെ, ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 2001 ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇൻ്റർ ഗവൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിക്യൂട്ടീവ്സ് എല്ലാം കാണും, ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസും ഗവൺമെൻറ്റിൻ്റെ അകത്തുള്ള ആൾക്കാരെല്ലാം കാണും. അതുകൊണ്ടാണ് അതിൻ്റെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് 2001 ക്രിയേറ്റ് ചെയ്തത് യുറേഷ്യൻ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. യുറേഷ്യൻ, അപ്പോൾ യൂറോപ്പും കാണും ഏഷ്യയിലുള്ള ആൾക്കാരും കാണും. അതാണ് യുറേഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്, യൂറോപ്പ് പ്ലസ് ഏഷ്യ. യൂറോപ്പ് ഏഷ്യയും കൂടെ ചേർന്നിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് യുറേഷ്യൻ പൊളിറ്റിക്കൽ, എക്കണോമിക്, മിലിറ്ററി. അപ്പോൾ പൊളിറ്റിക്കൽ കാര്യങ്ങളായാലും എക്കണോമിക് കാര്യങ്ങൾ, മിലിറ്ററി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മെയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സമാധാനം, പീസ്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് അതിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നാണ് അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. വ്യാപാര വാണിജ്യ, ട്രേഡ് ആയാലും പിന്നെ അവരുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനായാലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. 8 മെമ്പേഴ്സാണുള്ളത്. ഓക്കെ, 8 മെമ്പേഴ്സാണുള്ളത്. ഇതിനെ പഠിക്കാൻ വേണ്ടി ഒരു ട്രിക്കുണ്ട്, ട്രക്ക് IP. ഈ ഒരു കോഡും കൂടെ മനസ്സിലാക്കിച്ചോ, ട്രക്ക് IP. ഓക്കെ, ഈ ട്രക്കിൽ K 2 പ്രാവശ്യം വരും. അങ്ങനെ 8 രാജ്യങ്ങൾ, അതായത് തജിക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, 2 K ഉണ്ട്, കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും, പിന്നെ ഇന്ത്യയും പാകിസ്ഥാൻ. അങ്ങനെ ഈ ട്രക്ക് IP എന്ന് പറഞ്ഞ കോഡ് വെച്ച് ചില മെമ്പേഴ്സിനെ പഠിച്ചു വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഉണ്ട്, സ്റ്റേറ്റ് കൗൺസിലിലെ ഹെഡുകൾ കാണും ഇതിൽ, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് കൗൺസിലിലെ ഹെഡുകൾ കാണും, ഫോറിൻ അഫയേഴ്സ് കൗൺസിലിലെ ആൾക്കാർ കാണും, പിന്നെ ഒരു റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ, റാറ്റ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അതായത് ടെററിസത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ അഥവാ റാറ്റ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവർക്ക് വേണ്ടി ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന് വേണ്ടി ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് മനസ്സിലാക്കുക, അത് ബീജിംഗ് ആണ്. അത് ഞാൻ എഴുതിയിട്ടില്ല, ബീജിംഗ് ആണ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇപ്പോഴിതിൻ്റെ ഒരു വിർച്വൽ സമ്മിറ്റാണ് നടന്നത്. അതിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മോദി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് എഡിറ്റോറിയൽ സെക്ഷനിലാണ് അടുത്ത ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതിൽ ഫസ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡോസ് ഓഫ് ഒപ്റ്റിമിസം, അല്ലെങ്കിൽ ഫിസർ കമ്പനിയുടെ വാക്സിനും അതിൻ്റെ ട്രയൽസും. ഒരു വാക്സിൻ വന്നു കഴിയുമ്പോൾ ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഒരു വാക്സിൻ വന്നു കഴിയുമ്പോൾ ഏതൊക്കെ സ്റ്റേജിൽ കൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇത് പറയുന്ന സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനാണ് ഏതൊക്കെ സ്റ്റേജ് ഉണ്ടെന്ന് പറയുന്നത്. അവരുടെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബേസിക്കലി 6 സ്റ്റേജാണുള്ളത്. ഓക്കെ, 6 സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറട്ടറി, അടുത്ത് പ്രീ ക്ലിനിക്കൽ, അങ്ങനെ കുറേ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എക്സ്പ്ലോറട്ടറി. ഓക്കെ, എക്സ്പ്ലോറട്ടറി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസീസ് കാണുമല്ലോ. അപ്പോൾ ഡിസീസ് കാണുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ ഡിസീസിൻ്റെ ഒരു ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഈ ഡിസീസിൻ്റെ വലിയ പ്രശ്നകരമായ ഇല്ലാത്ത ഒരു സ്ട്രാൻഡിനെ അവർ സെപ്പറേറ്റ് ചെയ്യും, സ്ട്രെയിനെ. ഓക്കെ, എന്ന് പറഞ്ഞാൽ വലിയ ഹാംഫുൾ അല്ലാത്ത ഡിസീസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് വിടും. ഓക്കെ, ഈ സ്ട്രെയിനെ. അപ്പോൾ ഈ സ്ട്രെയിനെ ഹ്യൂമൻ ബോഡിയിലോട്ട് വിടുമ്പോൾ വളരെ പ്രശ്നകരമല്ലാത്തതുകൊണ്ട് തന്നെ ബോഡിക്ക് വലിയ എഫക്റ്റ് ഒന്നും കാണില്ല. അത് വിടണതും ഇതിനെ കാണുന്നതും നമ്മുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പ്രതിരോധം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്ട്രെയിൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഈ വൈറസ് നമ്മൾ വിടുന്നതിനെ നമ്മൾ എന്ത് പറയും, ആൻറ്റിജൻ എന്ന് പറയും. ആൻറ്റിജൻ. ഓക്കെ, ആൻറ്റിജൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിജന് ചെറിയ പവറുള്ള ആൻറ്റിജനെ നമ്മൾ വിടുമ്പോൾ ആൻറ്റിബോഡി റെസ്പോണ്ട് ചെയ്യും. അതിനെയാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ എന്ന് പറയും. അങ്ങനെയാണ് ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് നടന്ന് നമ്മുടെ ബോഡിയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇഷ്ടംപോലെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ആ വൈറസ് പിന്നെയും വരികയാണെങ്കിൽ നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ എന്ത് ചെയ്യും, ആ വൈറസ് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ ആ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ വൈറസിൻ്റെ തന്നെ ചെറിയ രൂപത്തിലുള്ള ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആൻറ്റിജൻസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസീസിൽ. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പം ക്ലിനിക്കൽ മീൻസ് ഹ്യൂമൻ,
പ്രീ ക്ലിനിക്കൽ ഹ്യൂമൻ ട്രയൽസിന് മുൻപുള്ള ഹ്യൂമൻസിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ ക്ലിനിക്കൽ അനിമൽസിനെ ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ചെയ്ത് ടിഷ്യൂവിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ അനിമൽസ് എന്ന് പറയുമ്പോൾ മെയിൻലി റാറ്റ്, മങ്കിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ റാറ്റ്, മങ്കി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ്റെ DNA-യുമായിട്ട് 99% സാമ്യമുള്ള DNA ആണ് റാറ്റിനും മങ്കിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ DNA ഉപയോഗിക്കുന്നത്. അപ്പോഴവർ പ്രീ ക്ലിനിക്കൽ ട്രയൽസ് ആദ്യം നടത്തി നോക്കും. അങ്ങനെ നടത്തി സക്സസ് ആവുകയാണെങ്കിൽ ഹ്യൂമൻ ട്രയൽസിൽ നോക്കും, ഹ്യൂമൻ ട്രയൽസ് നടത്തും. ഇതാണ് ഏറ്റവും സങ്കീർണമായ സ്റ്റെപ്പ്. ഇത് നമ്മളിവിടെ ജൂലൈയിലൊക്കെ തുടങ്ങിയതാണ്. ജൂൺ അവസാനം പകുതിയൊക്കെ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജായിട്ട് നടക്കും. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ആദ്യം ചെറിയൊരു പോപ്പുലേഷൻ, ഒരു 20 ആൾക്കാരൊക്കെ അടങ്ങിയ ഒരു ചെറിയൊരു പോപ്പുലേഷൻ ആയിട്ടുള്ള ഹെൽത്തി അഡൽട്ട്സിൽ, വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത അഡൽട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും അവർ. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിലെന്ന് പറയുമ്പോൾ കുറേ കൂടെ ഡിസീസ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസ്, അല്ലെങ്കിൽ എല്ലാ കാറ്റഗറി ആൾക്കാരിലും കുറച്ച് ആൾക്കാർ, അതായത് 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ കാണും, 10 വയസ്സിന് താഴെയുള്ള ആൾക്കാർ കാണും, അതുപോലെ തന്നെ വേറെ അസുഖം COVID-19 വന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഏത് വാക്സിനാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അസുഖം വന്ന ആൾക്കാർ കാണും. അതുപോലെ എല്ലാ ടൈപ്പ് ആൾക്കാരിലും കുറച്ച് ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഫേസ് 2. ഫേസ് 3യിലാണ് മാസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഫേസ് 3. ഓക്കെ, അങ്ങനെ മാസ് ടെസ്റ്റിംഗ് നടത്തും. അപ്പോൾ ഇത്രയാണ് 3 ഫേസസ് ക്ലിനിക്കൽ ട്രയൽസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രയൽസിൽ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി റിവ്യൂ ആൻഡ് അപ്രൂവൽ. അതായത് ഇപ്പോൾ വാക്സിൻ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റികളാണ്. WHO പോലത്തെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലത്തെ അതോറിറ്റീസാണ് ലൈസൻസ് കൊടുക്കുന്നത്. അവരൊരു ബയോളജിക്സ് ലൈസൻസ് ആപ്ലിക്കേഷൻ BLA എന്ന് പറയും, അതവർ സപ്ലൈ ചെയ്യും ആരാണോ വാക്സിൻ ഉണ്ടാക്കിയ അയാൾക്ക്. അതാണ് റിവ്യൂ അപ്രൂവൽ. ഇതുവരെ ഒരു വാക്സിൻ ഇതുവരെ എത്തിയിട്ടില്ല ഈ ഒരു സ്റ്റേജിലേക്ക്. ഓക്കെ, സ്പുട്നിക് 5 എന്ന് പറഞ്ഞാൽ റഷ്യയുടെ വാക്സിൻ എത്തിയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു ലൈസൻസ് അവർക്ക് കൊടുത്തിട്ടില്ല. അവർ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി പറയുന്നില്ല. പക്ഷേ റഷ്യ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യുകയാണ്. അവർ സക്സസ് ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അപ്രൂവൽ ഒരിക്കലും കൊടുത്തിട്ടില്ല WHO. അതാണ് 4ാമത്തെ സ്റ്റേജ്, അല്ലെങ്കിൽ റെഗുലേറ്ററി റിവ്യൂ ആൻഡ് അപ്രൂവൽ. 5ാമത്തെ സ്റ്റേജ് മാനുഫാക്ചറിങ്, നിർമ്മാണം, മാസമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതാണ് നിർമ്മാണം മാനുഫാക്ചറിങ്ങിലുണ്ട് ഉദ്ദേശിക്കുന്നത്. നിർമ്മിക്കുമ്പം തന്നെ ക്വാളിറ്റി കൺട്രോളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓരോ വാക്സിനും നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് 6 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു വാക്സിൻ ഉണ്ടാക്കുന്നതിൽ. ഇപ്പം വന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫിസർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഒരു വാക്സിൻ, ഫിസർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുണ്ട്. അപ്പോൾ അവരൊരു വാക്സിൻ ഇറക്കി. അവരുടെ വാക്സിൻ എന്ന് പറഞ്ഞാൽ mRNA വാക്സിനിലെ RNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA. RNA മീൻസ് റൈബോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. DNA ഒരു സ്മോൾ പോർഷനാണ്, അതൊരു പ്രോട്ടീനാണ്. ഓക്കെ, പ്രോട്ടീനാണ്. ഈ മെസ്സഞ്ചർ RNA എന്നുള്ള ഈ പ്രോട്ടീനാണ് ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ട് ആക്ട് ചെയ്യും? ആൻറ്റിജൻ. ഞാൻ പറഞ്ഞു ഈ വൈറസിൻ്റെ ചെറിയൊരു രൂപത്തിലാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ ഈ ആൻറ്റിജനായിട്ട് ഈ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ RNA ആണ് ഈ വാക്സിനിൽ കടത്തിവിടുന്നത്. എന്നിട്ടാണ് ഇമ്മ്യൂണിറ്റി വന്ന് ആ രോഗത്തിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർ ഫേസ് 3യിലെത്തി, അതായത് ആയിരക്കണക്കിന് ആൾക്കാരെ ടെസ്റ്റ് ചെയ്യുന്ന ട്രയൽസിലെത്തി. ഏകദേശം 43,000 പേര് എന്നാണ് പറയുന്നത് ഒഫീഷ്യൽ കണക്ക്. പക്ഷേ ഹിന്ദുവിൽ വേറെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, 4,000 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. ഞാനതൊന്ന് എടുത്ത് കാണിച്ചു തരാം. 38,955 പേർക്ക് അത് റിസീവ് ചെയ്തു. അത് 2 ഡോസ് വഴി, അതായത് നമ്മൾ ആ മാസ് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ 2 ഡോസായിട്ടാണ് കൊടുക്കുന്നത്. 2 ഡോസായിട്ട് കൊടുക്കുമ്പോൾ 28 ദിവസത്തിനകം അവർക്ക് രോഗലക്ഷണങ്ങളെല്ലാം പോകണം. ഇപ്പോൾ രോഗിക്കാണ് കൊടുക്കുന്നതെങ്കിൽ രോഗലക്ഷണങ്ങളെല്ലാം പോയി അദ്ദേഹം ഫുള്ളി റിക്കവർ ആവണം. അതാണ് ആ വാക്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവർ പറയുന്ന ഈ 38,000 പേര് വാക്സിൻ എടുത്തവരിൽ ഏകദേശം 90% എഫിഷ്യൻസി ഉണ്ട്, എഫിക്കസി അല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. 7 ദിവസം കൊടുത്തു കഴിഞ്ഞ്, 2ാമത്തെ ഡോസ് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഹിന്ദുവിൽ പറയുന്നുണ്ട് ഇവർ ഈ 38,000 പേരെ വച്ചിട്ടല്ല ആ ഒരു കണക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ 40,000 പേരെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ എഫിഷ്യൻസി, ഈ 90% എഫിഷ്യൻസി പറഞ്ഞത് അവർ വെറും 94 വോളണ്ടിയറിനെ വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. 90% വന്നത് 94 വോളണ്ടിയറിൻ്റെ ബേസിസാണ്. ഒരു കണക്കിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാക്സിൻ 60% എഫക്റ്റീവ് എന്ന് പറയണമെങ്കിൽ 164 വോളണ്ടിയേഴ്സിന് കിട്ടിയിട്ട്, അതായത് COVID-19 ഉള്ള 164 വോളണ്ടിയേഴ്സിന് കൊടുക്കുമ്പം അവരിലെ അസുഖം മാറുകയാണെങ്കിൽ ആ വാക്സിന് 60% എഫിഷ്യൻ്റ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു വാക്സിൻ അല്ലെങ്കിൽ നമ്മുടെ ഫിസറിൻ്റെ വാക്സിൻ എന്ന് പറഞ്ഞാൽ 94 വോളണ്ടിയേഴ്സിനാണ് കൊടുത്തത്. 94 വോളണ്ടിയേഴ്സിന് കൊടുത്തിട്ടാണ് 90% എന്ന് പറയുന്നത്. ഇവിടെയുള്ള പ്രശ്നം, അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കാൻ വേണ്ടി ഇവിടെയുള്ള മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 94 വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ 2 കാറ്റഗറിയിൽ വരാം. ഒന്നേ അവർക്ക് COVID-19 ഉള്ള രോഗികളാവാം, പേഷ്യൻസ് ആയിരിക്കാം.
രണ്ടാമത്തെ അവർ പ്ലബേസോ എന്ന് പറയും, അല്ല പ്ലസേബോ എന്ന് പറയും, പ്ലസേബോ കാറ്റഗറി ആയിരിക്കാം. പ്ലസേബോ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർക്ക് രോഗമൊന്നുമില്ല, അവർക്ക് ആ വാക്സിൻ റെസ്പോൺസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയുള്ള കാറ്റഗറി ആയിരിക്കും പ്ലസേബോ. അങ്ങനെയുള്ള ആൾക്കാർക്കാണോ കൊടുത്തതെന്ന് ഡൗട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് അപ്രൂവലിനുള്ള മേജർ പ്രശ്നം. ഓക്കെ, അപ്പോഴേ എങ്ങനെയാണ് 60% എഫക്റ്റീവ് ആയതെന്നും ഫിസർ വാക്സിന് 90% എങ്ങനെ എഫക്റ്റീവ് ആയതെന്നും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് അവരിപ്പം പറയുന്നത് 90% എഫിഷ്യൻ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് അപ്രൂവലൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കുന്നെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് അപ്രൂവൽ കൊടുക്കുന്നുള്ളൂ. അതാണ് 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന വാക്സിൻ ഡെവലപ്മെൻറ്റിന്. ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ ഒരു കാര്യം കൂടെ ഇതിൽ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ കാര്യം മെയിൻലി പറയുന്നതെന്നാണ് ഇന്ത്യയുടെ ഒരു പ്രോബ്ലം ആണ് പറയുന്നത്. സപ്പോസ് ഒരു വാക്സിൻ വന്നു, അല്ലെങ്കിൽ ഫിസറിൻ്റെ വാക്സിൻ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു കോൾഡ് ചെയിൻ സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് -70°C ആണ് അവിടെ ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്ത് ആ വാക്സിൻ വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ കോൾഡ് ചെയിൻ സ്റ്റോറേജ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതായത് ഇന്ത്യയിൽ വാക്സിൻ എത്തുന്ന സമയത്ത് -70°C സ്റ്റോർ ചെയ്യാനുള്ളൊരു മെക്കാനിസം വളരെ വളരെ അത്യാവശ്യമാണെന്ന് ഇതിലെടുത്ത് പറയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പേജിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം ഇത് തന്നെയാണ്, കോൾഡ് ചെയിൻ സ്റ്റോറേജിൻ്റെ വളരെ ഇമ്പോർട്ടൻസ്. ഓക്കെ എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഇപ്പോൾ ഈ ഒരു നിലവിൽ ഏകദേശം ഒരു 42 വാക്സിൻ കാൻഡിഡേറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 42 പേരാണ് വാക്സിൻ നിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. കോവാക്സിൻ എന്നും കുറേ ഉണ്ടല്ലോ, കോവിഷീൽഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. കോവിഷീൽഡാണ് കോവാക്സിൻ, കോവിഷീൽഡ്, പിന്നെ ആസ്ട്രസെനക്ക, അങ്ങനെ കുറേ വാക്സിൻസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ബേസിക്കലി പറയാനുള്ളത്. അടുത്ത് പബ്ലിക് ഹെൽത്ത് കെയർ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്തത് എന്നുള്ളതും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് പറയുന്നത്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതും വരുന്ന ജനറൽ സ്റ്റഡീസ് ടു ഹെൽത്തിലാണ് വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വരുന്നത്. എന്ത് തരം ഡിസാസ്റ്റേഴ്സ് വന്നാലും നമുക്ക് ആ എന്നാൽ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നാഷണലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഹ്യൂമൻ ലോസ്, ഇഷ്ടം പോലെ സ്ഥലനഷ്ടം, അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ലൈഫ് ഇഷ്ടം പോലെ പോകുമ്പോൾ നമ്മളതിനെ ഡിസാസ്റ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടി 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, ഒരു ഡിസാസ്റ്റർ വന്ന് കഴിയുമ്പോൾ അതിനെങ്ങനെ വരാതെ നോക്കണം എന്നുള്ള ഫ്രെയിം വർക്കൊക്കെ കൊടുക്കുന്നതാണ് ഈ ഒരു ആക്ട് വഴി. ഇതെന്ന് പറയുമ്പോൾ ഒരു ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും കോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫിൻ്റെ ഏത് സാഹചര്യത്തിലും ഇടപെടാനുള്ള ഒരു അവകാശം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വഴി ഉണ്ട്. COVID-19 ആദ്യമായിട്ട് ഒരു രോഗം അല്ലെങ്കിൽ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഡിസാസ്റ്ററായിട്ട് വന്ന ഈ 2005 കഴിഞ്ഞപ്പോഴാണ് COVID-19 വന്നപ്പോഴാണ് ഒരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് COVID-19 നമ്മൾ പ്രഖ്യാപിച്ചു. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വഴി നമ്മൾ വന്നു. അതിൻ്റെ കീഴിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് വഴി തന്നെ നമ്മൾ SMS അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസിങ്, ഈ 3 കാര്യങ്ങളും വളരെ വളരെ സ്ട്രിക്റ്റ് ആക്കി അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ തന്നെ നമ്മൾ പാലിച്ചു പോകേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. അല്ലെങ്കിൽ പോലീസ് നമുക്ക് ഉള്ള അടിയെല്ലാം തരും, അത് നമുക്കറിയാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് നോക്കിയിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു രോഗമാണ്. ബേസിക്കലി ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിൽഡിങ്സ് എർത്ത് വരുന്നു, ഫ്ലഡ് വരുന്നു, അങ്ങനെയുള്ളതാണ്. ഹെൽത്ത് ഡിസാസ്റ്റർ ഇത് ആദ്യമായിട്ടാണ്, ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആദ്യമായിട്ടാണ്. ഇത് നമുക്കൊരു പാഠം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഹെൽത്ത് മേഖല ഈ ഡിസാസ്റ്ററുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം നമ്മൾ മരണനിരക്ക് എടുക്കുകയാണ്, എത്ര ആൾക്കാർ മരിക്കുന്നു, ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഡിസീസ് വന്നിട്ടുള്ള ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്. ഓക്കെ, ഡിസീസസ് വന്നിട്ട് കാരണം ഇപ്പം നമ്മളൊരു ഡിസാസ്റ്റർ വന്നിട്ട് ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അത് ചെയ്യും. പക്ഷേ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഡിസാസ്റ്റർ, ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെങ്കു, ഇതേപോലത്തെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ വർഷം ഇഷ്ടംപോലെ ആൾക്കാർ ഇത് വന്ന് മരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ഡിസാസ്റ്റർ, നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഈ COVID-19 നമ്മൾ വാക്സിൻ ഓടുന്നത് പോലെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പോയി ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേനെ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഹെൽത്ത് സെക്ടറിനെ ഡിസാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻസ് ആണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ഇതിന് എന്തൊക്കെയാണ് ആവശ്യം എന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. പ്രൈവറ്റ് സെക്ടറുമായിട്ട് ലിങ്ക് ചെയ്യാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ നമുക്കറിയാം അത് ബിസിനസ് ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബിസിനസ്, ഓക്കെ, അവർക്ക് പൈസ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മഹാരാഷ്ട്രയിൽ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ COVID-19 വന്ന് എല്ലാവർക്കും പേടിയായി. അപ്പോഴെന്ത് ചെയ്യും, പ്രൈവറ്റ് സെക്ടറുകാർ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഇഷ്ടം പോലെ പൈസ വാങ്ങിക്കാൻ തുടങ്ങി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. അവസാനം അവർ ലൈസൻസ് വരെ റദ്ദായാണ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് സെക്ടറിനെ അതിന് നമ്മുടെ ഹെൽത്ത്
ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തിനാണ്? പബ്ലിക് സെക്ടറാണ്. പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് കെയറിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതിനെ ഡിസാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റായിട്ട് കണക്ട് ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വരികയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെങ്കിയും ട്യൂബർകുലോസിനെയൊക്കെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റായിട്ട് കണക്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് കാരണമുള്ള മരണങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനെ കുറിച്ച് പറയുന്നുണ്ട്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതായത് റൂറൽ പീപ്പിളിലെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഹെൽത്ത് മിഷനാണ്. അപ്പോൾ അത് നമ്മുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15 പ്രഖ്യാപിച്ച ഒരു കാര്യം, ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനെയൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റായിട്ട് ലിങ്ക് ചെയ്ത് പെട്ടെന്നൊരു ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പോകുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വ്യൂ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് കൊറോണ പോലത്തെ അല്ലെങ്കിൽ പുതിയൊരു വൈറസ് വരുന്നതിൽ നിന്ന് തടയാനും അതിനെ പെട്ടെന്ന് പിടിച്ചടക്കാനുമുള്ള ശക്തി നമുക്ക് കിട്ടുമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, നല്ലൊരു ആർട്ടിക്കിളായിരുന്നു, അതൊന്ന് മനസ്സിലാക്കിക്കുക. വേറൊരു വ്യൂ പോയിൻ്റ് ഇതിൽ കൊണ്ടുവെത്തുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ നോക്കുന്നൊരു വ്യൂ പോയിൻ്റ് മാറ്റി ഡിസാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് ഹെൽത്തിനെ കൊണ്ടുവന്ന ഒരു വ്യൂ പോയിൻ്റ് നല്ലൊരു ആർട്ടിക്കിളായിരുന്നു. നമുക്കിനി അടുത്ത് എന്താണെന്ന് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ബേസിക്കലി വരുന്ന ബിസിനസ് സെക്ഷനിലാണ്. ബിസിനസ് സെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ്റെ ഓർഗനൈസേഷനിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് ഫിനാൻസ് മിനിസ്റ്ററായിട്ടുള്ള നിർമ്മല സീതാരാമൻ പറഞ്ഞെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3 എക്കണോമിയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. ഇത് വരുന്ന 3 കാര്യങ്ങളാണ് പറഞ്ഞത് ഫിനാൻസ് മിനിസ്റ്റർ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെൻഡിങ്, അല്ലെങ്കിൽ കടം കൊടുക്കണം. ബാങ്ക് ഇഷ്ടം പോലെ കടങ്ങൾ ആൾക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ COVID-19 എക്കണോമി തകർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ബാങ്ക്സിന് ഫിയറാണ്, പേടിയാണ്. എന്ന് പറഞ്ഞാൽ അവർ കടം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പൈസ പോകുമോ, അതിനെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതൊരു റിസ്ക്കാണ്, അതവർ മാനേജ് ചെയ്യാൻ അവർക്കൊരു പേടിയുണ്ട്. അത് റിസ്ക് മാനേജ്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ബാങ്ക് കടത്തിലാവും അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആവും അവർ. അതുകൊണ്ട് അവർ പേടിയാണ്, ആ പേടി അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്തായാലും ലെൻഡ് ചെയ്യണം, കടം കൊടുക്കണം. കാരണം കടം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെപ്പോസിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റൂ. അതായത് ബാങ്ക്സിന് പൈസ കിട്ടണം എങ്ങനെയാണ്, ബാങ്ക് കുറേ പേരുടെ ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കും, അപ്പോൾ ബാങ്കിന് കുറേ പൈസ കിട്ടും. ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ വെച്ച് തന്നെ ആൾക്കാർ ലോൺ ചോദിക്കുമ്പം അവർ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് പൈസയാണ് ബാങ്ക്സിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഡെപ്പോസിറ്റർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യും, അത് ലോണായിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ആ ഫ്ലോ ഓഫ് മണി നടക്കുന്നത്. അവർ ഇഷ്ടം പോലെ ലോൺ കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആ ലോൺ കൊടുത്തതിൻ്റെ ആ പലിശ വെച്ചുള്ള പൈസകൾ കൂടുതൽ കിട്ടുകയും പിന്നെ ഡെപ്പോസിറ്റേഴ്സിന് പിന്നീട് പൈസ കൊടുക്കാം. ഡെപ്പോസിറ്റേഴ്സ് ഒന്ന് പൈസ വയ്ക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് അതുപോലെ തന്നെ പിന്നെ എന്താണെന്ന് പറയുന്നത്, എംപ്ലോയർ സാലറി. അങ്ങനെ ഇഷ്ടം പോലെ പൈസ കൂടുതൽ കിട്ടിയാലേ എംപ്ലോയേഴ്സിന് സാലറി കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ബാങ്ക്സിന് ഇഷ്ടം പോലെ വിഹിതങ്ങൾ കാണും, വേറെ ആൾക്കാർക്ക് ഷെയർ ഹോൾഡേഴ്സ് കാണും, വേറെ ഇഷ്ടം പോലെ കമ്പനികളുടെ ബാങ്കിൽ തന്നെ. അപ്പോൾ അവർക്കുള്ള വിഹിതം ഓരോ പ്രാവശ്യം കൊടുക്കണം, ഓരോ തവണകളായിട്ട് അവർക്ക് കൊടുക്കേണ്ട വിഹിതങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാനും പറ്റും പൈസ കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കടങ്ങൾ ബാങ്കിൽ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. അത് പ്രൊമോട്ട് ചെയ്യണമെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്. റിസ്ക് വരുമ്പോൾ എന്താ വരും, ബാങ്ക്രപ്റ്റ് ആവും. ബാങ്ക്രപ്റ്റ് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ഇപ്പം ബാങ്ക്രപ്റ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് പൈസ ഇല്ല, അപ്പോൾ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റേഴ്സ് പൈസയ്ക്ക് ഒന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ വരുമ്പോൾ കേസ് വരാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ഫിയർ ഓഫ് 3 C's, 3 Cകളുടെ പേടി എന്നാണ് പറയുന്നത്. CBI, CVC, CAG, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, പിന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CBIയും പിന്നെ വിജിലൻസും അറിയാമല്ലോ നിങ്ങൾക്ക്. അതുപോലെ തന്നെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവരാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്കുകളുടെ അക്കൗണ്ടുകളൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇതിൽ നിന്ന് കേസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം, അതായത് ഇതേപോലത്തെ റിസ്ക് വരുമെന്നറിയാം, അങ്ങനെ അതുകൊണ്ടാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകൾക്ക് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. ഈ സെൻട്രൽ വിജിലൻസ് ഓർഗനൈസേഷൻ പോലത്തെ കമ്മീഷൻ ഇതേപോലത്തെ ഇഷ്യൂസ് കൺസിഡർ ചെയ്ത് ബാങ്ക്സിന് തന്നെ ട്രെയിനിങ് എടുക്കുന്നുമുണ്ട്. ഓക്കെ, അവർ അവെയറാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോബ്ലം അവിടെ വരുന്നില്ല. നിങ്ങൾ കടങ്ങൾ കൊടുക്കുക, ഈ 3 ഓർഗനൈസേഷനെയും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 42 കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ട് ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇഷ്ടംപോലെ വരുമാനം ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്.
അത്യാവശ്യം വേണ്ട പൈസ നമുക്ക് അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും വേണമെങ്കിൽ മറിക്കാൻ പറ്റും. ഗവൺമെൻറ്റിന് മറിച്ച് ആ ബാങ്കുകൾക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കാൻ പറ്റും. അത് പിന്നീട് അവർ പൈസ ഉണ്ടാക്കിയതിന് ശേഷം അവർക്ക് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് മാനേജ്മെൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ നടപടികൾ ഉള്ളതുകൊണ്ട് ഇവരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വൈഡൻ ചെയ്യാം. ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് ഒരു ബാങ്കിന് പ്രശ്നം വരുമ്പം മറ്റ് രീതിയിൽ എവിടെന്നെങ്കിലും അവരെ സഹായിച്ച് എല്ലാം കൂടെ മാനേജ് ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകുന്നതിനാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരു സസ്റ്റൈനബിളായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നും പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, വൈഡൻ ദ യൂസ് ഓഫ് റൂപേ കാർഡ്. റൂപേ കാർഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, റൂപേ കാർഡ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്കറിയാം, പണ്ട് ബാങ്കിൽ ചെന്ന് പൈസ എടുക്കണമായിരുന്നു. പിന്നീടാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വരുന്നത്. ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും വന്നതിന് ശേഷം ഉള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ടല്ല, ഇന്ത്യക്ക് പരമായിട്ട് ഒരു കമ്പനിയൊന്നുമില്ല. നമ്മൾ ഒന്ന് വിസ കാർഡ് അല്ലെ മാസ്റ്റർ കാർഡ് ഇങ്ങനെയുള്ള കാർഡാണ് നമ്മൾ ഡെബിറ്റ് കാർഡായിട്ട് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2012 ആയപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഇതേപോലെ ഒരു സിസ്റ്റം, ഒരു കാർഡ്, ഒരു കമ്പനി പോലെ കൊണ്ടുവന്നാണ് റൂപേ കാർഡ്. ഇന്ത്യക്ക് വേണ്ടി ഒരെണ്ണം കൊണ്ടുവന്നതാണ് റൂപേ കാർഡ്. അതിനിപ്പോൾ ഇന്ത്യ ഇൻ്റർനാഷണൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് റൂപേ കാർഡിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൂപേ കാർഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞാൻ ഇന്നലെ എത്തിയോപ്യ പ്രൊനൗൺസ് ചെയ്തപ്പോൾ യൂട്ടോപ്പിയ എന്നാണ് പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. യൂട്ടോപ്പിയ എന്നാണ് ഞാൻ പറഞ്ഞത്, തെറ്റാണ്. എത്തിയോപ്യയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്തിയോപ്യ. ഓക്കെ, അതാണ് ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുന്നത്, എത്തിയോപ്യ. ഓക്കെ, ആ പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോയി, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.